നമസ്കാരം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിലവിൽ കമ്മ്യൂണിസം ഇല്ല എന്നുള്ളതാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പേരിൽ മാത്രമാണ്. യഥാർത്ഥ കമ്മ്യൂണിസം എന്തായിരുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ ഇല്ലാത്തത്, അല്ലെങ്കിൽ പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതൊക്കെ നമ്മുടെ ഭാഗ്യം എന്ന് മാത്രമേ തോന്നാൻ തരമുള്ളൂ. കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും ഒക്കെ ഇങ്ങനെ ഒരു തത്വചിന്ത പോലെ ഈ ഒരു പരിപാടി തുടങ്ങുന്നു. ഇതിൻ്റെയൊക്കെ ഒരടിസ്ഥാനം എന്താണ്? വ്യാവസായിക വിപ്ലവമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെയൊക്കെ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് കീഴിൽ തൊഴിലാളി വർഗം അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരും വല്ലാതെ നരകിക്കുക തന്നെയായിരുന്നു. മുതലാളിമാരുടെ ഫാക്ടറികളിലും കൃഷിത്തോട്ടങ്ങളിലും എല്ലാം പണിയെടുത്ത് നരകിച്ച് ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഒന്നും സമ്പാദിക്കാൻ കഴിയാതിരുന്ന ഒരു തൊഴിലാളി വർഗം. അപ്പോൾ അവർക്കൊരു മോചനം, ഒരു മോക്ഷം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് തോന്നുക. സമത്വം, എല്ലാവർക്കും തുല്യത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തൊഴിലാളികളുടെ സർവാധിപത്യം. ആ സർവാധിപത്യം എന്ന് പറയുന്നത് അത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം പല രാജ്യങ്ങളിലും വന്നപ്പോൾ തൊഴിലാളികൾക്ക് മോചനം ലഭിച്ചോ, അല്ലെങ്കിൽ അവരുടെ ജീവിതം മെച്ചപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. തന്നെയുമല്ല, കമ്മ്യൂണിസം ഭരിച്ച രാജ്യങ്ങളെല്ലാം പണ്ട് മുതലാളിമാരുടെ കീഴിൽ അവർ അനുഭവിച്ചതിനേക്കാൾ കൊടിയ ദുരിതത്തിലേക്കാണ് ആ ജനത മുഴുവൻ പോയിട്ടുള്ളത്. പക്ഷേ നമ്മൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇപ്പോഴും പലരും ഒരു വലിയ മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു ആശയമായിട്ടാണ്, അല്ലെങ്കിൽ പല കമ്മ്യൂണിസ്റ്റ് ഭരണവും പരാജയപ്പെട്ടു പോകുന്നത് അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ അല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ്. CIA എന്ന് പറഞ്ഞൊരു സിനിമയിൽ അതിൽ ദുൽഖർ അമേരിക്കയിലെ പ്രണയിക്കുന്ന പെണ്ണിനടുത്തേക്ക് പോകണോ എന്ന് ആലോചിക്കുന്നത് ഒരു കാൽപ്പനികമായിട്ട് ലെനിനോടൊക്കെയാണ് അഭിപ്രായം ചോദിച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ നേതാക്കളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെനിനെ വെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. പ്രധാനമായിട്ടും ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ലെനിനിസം എന്ന് ആദ്യം അറിയപ്പെടുന്നു. പിന്നീട് ജോസഫ് സ്റ്റാലിൻ ഭരണം അല്ലെങ്കിൽ സെക്രട്ടറി ആയിട്ട് മാറുന്നു. USSRന്റെ കടിഞ്ഞാൺ അയാളുടെ കയ്യിൽ വരുന്നു. പിന്നെ സ്റ്റാലിനിസം ആകുന്നു. പിന്നീട് ചൈനയിലെ മാവോയിസം. ഇങ്ങനെ പല രീതിയിൽ കമ്മ്യൂണിസം പ്രചരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധം സഖ്യകക്ഷികൾ വിജയിക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം പ്രയത്നിച്ചത്, അല്ലെങ്കിൽ വില കൊടുക്കേണ്ടി വന്നത് സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. 2 കോടിയിലധികം ആളുകളാണ് സോവിയറ്റ് യൂണിയനിൽ മാത്രം, അല്ലെങ്കിൽ അവർക്ക് മാത്രം നഷ്ടപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്. ഏറ്റവും അധികം ആൾനാശമുണ്ടായ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. ബെർലിൻ പിടിക്കുന്നത് സോവിയറ്റ് പടയാണ്, ചെമ്പടയാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ അന്ന് നയിച്ചതിൻ്റെ പേരിൽ ജോസഫ് സ്റ്റാലിനെ എല്ലാവരും ഇന്നും ഒരു ഹീറോ ആയിട്ട് കരുതുന്നു. അദ്ദേഹത്തിനെതിരെ കേൾക്കുന്ന പല കാര്യങ്ങളും ഒക്കെ കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ. എന്നാൽ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഹിറ്റ്ലറിന് കിടപിടിക്കുന്ന, അല്ലെങ്കിൽ ഹിറ്റ്ലറിനോട് തുല്യനായ, അത്രയും തന്നെ ക്രൂരനായ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു ഈ ജോസഫ് സ്റ്റാലിൻ എന്നുള്ളതാണ്. ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ചേർന്ന് കൊന്നത് എത്ര ആളുകളെയാണ് എന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഫാസിസം എത്ര പേരെ കൊന്നു എന്ന് നോക്കിയാൽ ഏകദേശം 3 കോടിയാണ് നമുക്ക് ഉത്തരം കിട്ടുക. 20-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഈ പറയുന്നത്. അതേസമയം കമ്മ്യൂണിസം അതേ നൂറ്റാണ്ടിൽ എത്ര പേരെ കൊന്നു എന്ന് ചോദിച്ചാൽ 10 കോടിയാണ്. ഇതിൽ ഏകദേശം പാതിയോളവും ചൈനയിൽ മാവോ തന്നെയാണ് ചെയ്തത് എന്ന് പറയാം. അപ്പോൾ ഈ ലെനിനിസവും സ്റ്റാലിനിസവും മാവോയിസവും ഒക്കെ എന്തായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹിറ്റ്ലറിനോട് കിടപിടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ട് സോവിയറ്റ് യൂണിയനിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം എങ്ങനെയാണ് നിന്നതെന്നാണ് നമ്മൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളതൊന്നുമല്ല യഥാർത്ഥ കമ്മ്യൂണിസം. പിന്നെ ഈ ജോസഫ് സ്റ്റാലിൻ്റെ കാര്യം പറയുമ്പോൾ ചിലർ പറയുന്നത് ലെനിൻ അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു, അല്ലെങ്കിൽ ലെനിൻ്റെ പാതയിൽ നിന്നൊക്കെ മാറി അല്പം ഭരണം കിട്ടിയപ്പോൾ ഇച്ചിരി ക്രൂരനായി സ്വേച്ഛാധിപതിയായതാണ് ഈ സ്റ്റാലിൻ. പക്ഷേ ലെനിൻ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ലെനിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ സ്റ്റാലിൻ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ കൊല്ലുന്ന രാജാവിൻ്റെ തിന്നുന്ന മന്ത്രി എന്നൊക്കെയുള്ള രീതിയിൽ ലെനിൻ തന്നെയാണ് സ്റ്റാലിനെ വളർത്തിക്കൊണ്ട് വരുന്നത് എന്ന് നമുക്ക് കാണാം. പണ്ട് സാർ ചക്രവർത്തിയുടെ, അല്ലെങ്കിൽ നിക്കോളാസ് രാജാവ്, റഷ്യൻ എംപയർ അത് സോവിയറ്റ് യൂണിയനേക്കാളും വലുതായിരുന്നു. അപ്പോൾ അത് ഭരിച്ചിരുന്ന നിക്കോളാസ് രാജാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ സംഭവിച്ചത് എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ രാജകുടുംബത്തോട് ഇത്രയുമാണ് ചെയ്തതെങ്കിൽ പിന്നീട് ആ രാജ്യത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും? അതായത് റഷ്യൻ എംപയർ വീണ് കഴിഞ്ഞൊരു താൽക്കാലിക ഗവൺമെൻറ് ഭരണം വരുന്നു. അവരെയും മാറ്റിയിട്ടാണ് USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ലെനിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് ലെനിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ജനങ്ങളെ 2ആയി തരംതിരിക്കുകയാണ്. ഒന്ന് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം, മറ്റൊന്ന് മുതലാളിമാർ അല്ലെങ്കിൽ ബൂർഷ്വാസികൾ, ലാൻഡ് ലോഡ്സ്,
കുലാക്കുകൾ എന്ന് പറഞ്ഞാൽ ജന്മികൾ എന്നൊക്കെയുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ തൊഴിലാളികളുടെ സർവാധിപത്യം. അപ്പോൾ മറ്റേ കൂട്ടരെ എന്താണ് ചെയ്യേണ്ടത്? എന്തായാലും രണ്ടായിട്ട് തരം തിരിച്ചു. മറ്റവരുടെ കയ്യിൽ നിന്ന് കുറേയൊക്കെ പണം പിടിച്ചെടുത്ത് അല്ലെങ്കിൽ തുല്യമായി വീതിക്കുക എന്നൊക്കെയുള്ളൊരു മിതമായ രീതിയിലല്ല, ബൂർഷാസികളെ മറ്റുമൊക്കെ കൊന്നു തള്ളുക എന്നുള്ളത് തന്നെയാണ് ലെനിൻ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് പല മതങ്ങളിലുമൊക്കെ പറയുന്നത് പോലെ തന്നെ രക്തം കാണുക, വളരെ അക്രമം നിറഞ്ഞ നടപടികളാണ് എഴുതി വെച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അന്ന് മുതൽ നടപ്പിലായിട്ടുള്ളതും. ഇപ്പോൾ ചക്രവർത്തിയുടെ കുടുംബത്തിന് മാത്രമല്ല, പിന്നീട് കുലാക്കുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗുലാഗുകൾ എന്നും പറയും. ഇങ്ങനെ പല പേരുകളിലാണ് പറയുക. ജന്മികൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജന്മിയാണ്, ബൂർഷയാണ്, ലാൻഡ് ലോഡാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതായത് ക്യാമ്പുകളുണ്ട്, കുലാക്കുകൾ എന്ന് പറയുന്ന ക്യാമ്പുകളിൽ ഇവരെ പണിയെടുപ്പിച്ച് കൊല്ലുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ പഴയകാല കേരളത്തിൽ ജന്മികൾ എങ്ങനെയാണ് അടക്കി ഭരിച്ചിരുന്നത്, ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി പീഡിപ്പിക്കുകയാണ് എന്നല്ല. ഇവരുടെ അടിസ്ഥാനങ്ങൾ അനുസരിച്ച് പഴയ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഒരു 11% സോവിയറ്റ് യൂണിയൻ തന്നെയായിരുന്നു ആകെ കരയുടെ. അവിടെ ഒരിത്തിരി ഭൂമിയെങ്കിലും സ്വന്തമായി പേരിലുള്ളവർ, അതായത് വലിയ ലാൻഡ് ലോഡ്സ് മാത്രമല്ല, ഭൂരിഭാഗവും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയത് യഥാർത്ഥത്തിൽ സാധാരണക്കാരെ തന്നെയായിരുന്നു. എന്തെങ്കിലും ഒന്ന് കൂടുതലുള്ളവർ, 2 പശുവോ കുതിരയോ അല്ലെങ്കിൽ തൂമ്പയോ ഇങ്ങനെ എന്തെങ്കിലും സ്വകാര്യമായിട്ട് സമ്പാദ്യമുള്ള പലരെയും, അല്ലെങ്കിൽ ഇവർക്കെതിരെ നിൽക്കുന്നവരെ എല്ലാം, ഇവരുടെ ഒപ്പം നിൽക്കാത്തവരെ എല്ലാം, ശബ്ദമുയർത്തുന്നവരെ എല്ലാം കുലാക്കുകൾ എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തി ഈ ക്യാമ്പുകളിൽ കൊണ്ടുപോയി പണിയെടുപ്പിച്ച് കൊല്ലുകയാണ്. ഇവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, പണിയെടുക്കുക, എന്തെങ്കിലുമൊക്കെ പേരിന് കൊടുക്കും. അങ്ങനെ പോയ 1/3 ആളുകളും തിരിച്ചു വന്നിട്ടില്ല. അവരെ പണിയെടുത്ത് അല്ലെങ്കിൽ പണിയെടുപ്പിച്ച് കൊല്ലുകയായിരുന്നു. ഇങ്ങനെ എത്ര പേര് മരിച്ചു എന്ന് ചോദിച്ചാൽ 20 ലക്ഷം മുതൽ 30 ലക്ഷം ആളുകളാണ് കുലാക്കുകളിൽ ഇങ്ങനെ പണിയെടുക്കേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു ഭരണം നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അതായത് നിങ്ങൾ അത്യാവശ്യം സ്വകാര്യ സമ്പാദ്യമൊക്കെ കയ്യിലുണ്ട്, നിങ്ങൾ തന്നെയും പട്ടിണിയിലായിരിക്കും, പക്ഷെ നിങ്ങളെ ഇങ്ങനെ മുദ്ര കുത്തിക്കൊണ്ട് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്, പലരെയും കൂട്ടക്കൊല ചെയ്യുകയാണ്, എതിരാളികൾ എന്ന് തോന്നിയവരെ കുടുംബത്തോടെ ഇല്ലായ്മ ചെയ്യുകയാണ്. ഇതൊക്കെ സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചതാണ്. പലരും ചിന്തിക്കുന്നത് പോലെ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ വളരെ മഹത്തായ ഒരു, പണ്ട് ഞാനൊക്കെ ഒരു വലിയ റഷ്യൻ ആരാധകനായിരുന്നു, കട്ട റഷ്യൻ. അതായത് പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ, നമ്മളൊന്നും ജനിക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ ഇല്ല, അത് പണ്ടേ തകർന്നു പോയിരുന്നു. എങ്കിൽ പോലും ഈ കേട്ടറിവുകളിലൂടെ സോവിയറ്റ് യൂണിയൻ ഒരു വലിയ സംഭവമായിരുന്നു. അതിൻ്റെ ബാക്കിയാണല്ലോ ഇപ്പോഴത്തെ റഷ്യ. അതുകൊണ്ട് റഷ്യയോട് വലിയ സ്നേഹമായിരുന്നു. അമേരിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിന് കാണാൻ പാടില്ലാത്ത ഒരു രാജ്യമായിരുന്നു. എന്നാൽ പിന്നീട് ചരിത്രവും ഫാക്റ്റുകളും ഒക്കെ പഠിക്കുമ്പോഴാണ് കഥ നേരെ തിരിച്ചാണ് എന്ന് മനസ്സിലാവുക. സോവിയറ്റ് യൂണിയനിൽ ഇടക്കാലത്തുണ്ടായ ഒരു പുരോഗതി അല്ലെങ്കിൽ വ്യാവസായിക വളർച്ചയും ഒക്കെ ആ കാലത്ത് പറയപ്പെടുന്നത്, ഒന്നും തന്നെ വേതനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ റെയിലും പാലവും കനാലും ഒക്കെ പണിയാനായിട്ട് കുലാക്കുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളും മറ്റ് രേഖകളും എല്ലാം ഉണ്ട്. ഈ പറയുന്നതെല്ലാം ഇങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇന്ന് നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലെനിൻ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്, കുലാക്കുകൾ മാത്രമല്ല അവരുടെ മക്കളും നമ്മുടെ ശത്രുക്കളാണ്. കാരണം അവരും വളർന്നു വരുമ്പോൾ അവരെ പോലെ തന്നെ പെരുമാറുകയുള്ളൂ. അതുകൊണ്ട് അവരെ എല്ലാം ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങളാണ് ഈ ലെനിനൊക്കെ എഴുതി വെച്ചത്. ഇതെല്ലാമാണ് പിന്നീട് സ്റ്റാലിൻ കുറെ കൂടെ തീവ്രമായിട്ട് നടപ്പിലാക്കുന്നത്. പണ്ട് റഷ്യൻ എംപയറൊക്കെ അവസാനിച്ച് ഇങ്ങനെ സോവിയറ്റ് യൂണിയൻ ഒക്കെ വരുമ്പോൾ മിക്ക തൊഴിലാളികളും ഒക്കെ ആശിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് മോചനമാണ്. എന്നാൽ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എന്നുള്ള രീതിയിലാണ് ഭൂരിഭാഗം സാധാരണക്കാരും പോയത്. അതായത് സാധാരണക്കാരെ കാര്യമായി ചൂഷണം ചെയ്തിരുന്ന, ഉപദ്രവിച്ചിരുന്ന കുറച്ച് ആളുകൾക്ക് ഇതുകൊണ്ടൊരു ശിക്ഷ കിട്ടിയിരുന്നിരിക്കാം. അതൊരു നീതിപൂർവമായ വിചാരണയാണോ എന്നൊക്കെയുള്ളത് വേറൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ കേരളത്തിലെ ജന്മിമാരെ കുറേ പേരെ പിടികൂടി ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. എന്നാൽ അങ്ങനെ സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചത് വളരെ കുറച്ച്, അല്ലെങ്കിൽ അവർ വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. അവരുടെ വലിയ കൊട്ടാരങ്ങളും ബംഗ്ലാവുകളും ഒക്കെ പിടിച്ചെടുക്കുകയും പിന്നീട് അതെല്ലാം പാർട്ടിയുടെ, സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കന്മാർക്കെല്ലാം വളരെ സ്വതന്ത്രമായിട്ട് വിഹരിക്കാനും താമസിക്കാനും ഒക്കെയുള്ള ബംഗ്ലാവുകളും കൊട്ടാരങ്ങളുമായിട്ട് മാറുകയാണ്. പാർട്ടിയുടെ മാത്രമാണ് സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ. അതായത് മുമ്പിരുന്നത് മുതലാളിമാരുടെ ചൂഷണമായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്ത് ഭരിക്കുന്ന കുറേയധികം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വരികയും ചെയ്തു. അതായത് ചിലർ തമാശയ്ക്ക് പറയാറുണ്ട്, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സൂപ്പർ ക്യാപിറ്റലിസം എന്നാണ് പറയേണ്ടതെന്ന്. ലെനിൻ തന്നെ കോമ്രേഡ്സിനെല്ലാം എഴുതുന്ന കത്തുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ച് കമ്മിറ്റിയിലും കുറഞ്ഞത് 100 പേരെയെങ്കിലും പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുക. അതായത് ആളുകൾ കാണുക, 100 പേരെയെങ്കിലും ഓരോ ബ്രാഞ്ചിലും തൂക്കിക്കൊന്നിരിക്കണം, ആളുകൾ കാണണം ഇങ്ങനെ കുലാക്കുകളെ എല്ലാം പിടിച്ച് തൂക്കിക്കൊല്ലുകയാണ്. അപ്പോൾ കൊന്നു തള്ളിയതിനൊക്കെ പുറമെയാണ് ഇതുപോലെ ക്യാമ്പുകളിലേക്ക് ആരോഗ്യമുള്ളവരെ പറഞ്ഞയച്ചിരുന്നത്, അവിടെ പണിയെടുപ്പിക്കുവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് വലിയൊരു വളർച്ച
അതായത് അടിമകളെ കിട്ടുകയാണ് ഒന്നും കൊടുക്കാതെ പണി എടുപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, പണ്ടത്തെ ഭാരതമായിരുന്നു അന്നത്തെ ഒരു GDP ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭൂരിഭാഗവും ഭാരതത്തിലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എല്ലാവരും നല്ല സുന്ദരമായിട്ട് ജീവിക്കുകയായിരുന്നു എന്നല്ല. അന്നും ഈ പറയുന്ന പോലെ ഇപ്പോൾ കേരളത്തിൽ തന്നെ എങ്ങനെയാണ് ഈ കീഴാളന്മാർ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ജന്മികൾ ഇങ്ങനെ ചൂഷണം ചെയ്യുകയായിരുന്നു. അപ്പോൾ സമ്പദ് വ്യവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ പറയുന്നത് പോലെയാണ്. ഇതിനോട് സദൃശമായ ഒരു കാര്യമാണ് ഈ കുലാക്കുകളിലെ ക്യാമ്പുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സോവിയറ്റ് യൂണിയനിൽ സംഭവിക്കുന്നത്. അതുപോലെ ചിലർ പറയാറുണ്ട് ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മതവിശ്വാസങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ദൈവമില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമല്ല എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം തന്നെ ഒരു മതം എന്ന് വേണം പറയാൻ. അതായത് ദൈവമില്ല എന്ന് പറയുന്ന മറ്റൊരു മതം ഒരു വിരോധാഭാസമായിട്ട് തോന്നാം. എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസം മതത്തെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ, മതങ്ങൾ ഒരു തരത്തിലൊരു പരമാധികാര ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്. ഭരണം മാറ്റാനും പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താനും ഒക്കെ ഈ റിലീജിയൻസിന് സാധിക്കും. ഇന്നും എങ്ങനെയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സ്വേച്ഛാധിപത്യ ഭരണം, കമ്മ്യൂണിസത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് ഒരു ഏകാധിപത്യ ഭരണം വരുമ്പോൾ മറ്റൊരു ശക്തിയും ഉണ്ടാകാൻ പാടില്ല. അതിന് ഒരു പരമാധികാര ശക്തി പോലെ മതങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് അവർ യഥാർത്ഥത്തിലും മതങ്ങളെ എതിർക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ സോവിയറ്റ് യൂണിയനിലും അല്ലെങ്കിൽ എവിടെയും കാണുന്നത്. റഷ്യയിൽ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയൊക്കെയാണ് അന്ന് കൂടുതൽ. പാതിരിമാരെയും മറ്റുമൊക്കെ പരസ്യമായിട്ട് വെടിവെച്ച് കൊല്ലുക, ഇതൊക്കെ സർവ്വസാധാരണമായിരുന്നു. ഇവരുടെ സമ്പത്തെല്ലാം പിടിച്ചെടുക്കുക. അതായത് മതങ്ങളിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകണമെങ്കിൽ അത് മനുഷ്യനെ ഭൗതികമായിട്ട് തന്നെ ചിന്തിച്ച് അതിൽ നിന്നൊരു വിടുതൽ അല്ലെങ്കിൽ ഇതിലൊരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ പേടിപ്പിച്ച് ആരെങ്കിലും മതവിശ്വാസത്തിൽ നിന്ന് മാറ്റിയാൽ ആ ഒരു ശക്തി ഇല്ലാതായി കഴിയുമ്പോൾ അവർ വളരെ തീവ്രമായിട്ട് പഴയ അന്ധവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ മതവിശ്വാസികൾ തന്നെ തുടരുമെന്നുള്ളതാണ്. ഇന്നത്തെ റഷ്യയിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയൊക്കെ വളരെ ശക്തമായിട്ടാണ് ഇപ്പോൾ വളരുന്നത്. ഇപ്പോൾ നോർത്ത് കൊറിയയിൽ എന്താണ് മതത്തിന് കാര്യമായൊരു റോൾ ഉള്ളത്? പക്ഷെ അവിടെയുള്ള ജനങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് പറയാൻ സാധിക്കും? ഒരിക്കലുമില്ല. നരകത്തിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നോർത്ത് കൊറിയയിലുള്ളവർ. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയെ വധിച്ചത് റഷ്യയുടെ ചാരസംഘടനയാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ NKVD KGB ഒക്കെ ആകുന്നതിന് മുൻപ്. അപ്പോൾ ഈ സോവിയറ്റുകാരുടെ കാലത്ത് ഈ ഒരു സംഭവം വഴി പലരെയും വധിക്കുന്നുണ്ട്, തങ്ങൾക്കെതിരെ നിൽക്കുന്ന പലരെയും. പിന്നെ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ഭീകരത എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ലെനിൻ പല സ്ട്രോക്കുകൾ വന്ന് മരിച്ചതിന് ശേഷം സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പദവിയിലാണ് സ്റ്റാലിൻ നിൽക്കുന്നത്. എന്നാൽ സ്റ്റാലിൻ തന്നെയായി മാറുന്നു എല്ലാം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രം സെക്രട്ടറി എന്ന് പറയുന്ന പദവിയാണ് എന്നുള്ള രീതിയിലേക്ക് പോലും കാര്യങ്ങൾ മാറുന്നു. പിന്നീട് സ്റ്റാലിൻ മരിക്കുന്നത് വരെ സ്റ്റാലിൻ തന്നെയായിരുന്നു സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്നത്. ഇദ്ദേഹത്തിന് സംശയം തോന്നുന്നവരെ അല്ലെങ്കിൽ എനിക്കെതിരെ തിരിഞ്ഞേക്കാമെന്ന് വെറുതെ ഒരു ചിന്ത വന്നാൽ തന്നെ പാർട്ടിയിലെ എത്ര അല്ലെങ്കിൽ തൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആളുകളെ ആണെങ്കിൽ പോലും സ്റ്റാലിൻ വധിച്ചിരുന്നു എന്നുള്ളതാണ്. ഫയർ ആൻഡ് സ്ക്വാഡിനടുത്തേക്ക് അങ്ങ് പറഞ്ഞു വിടുകയാണ്. സ്റ്റാലിൻ അല്ലായിരുന്നുവെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഭരിക്കേണ്ട ഒരു ആളെന്ന് പറഞ്ഞാൽ ട്രോട്സ്കി ആയിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹമായിരുന്നു സോവിയറ്റ് യൂണിയനിൽ വരേണ്ടത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം സ്റ്റാലിനേക്കാളും ഒക്കെ വിശാലമായ കുറെ കൂടെ ചിന്തയും ഒക്കെ ഉണ്ടായിരുന്ന, എന്നാൽ ഇദ്ദേഹം ഒരു ഭീഷണിയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ട്രോട്സ്കി തന്നെ സ്റ്റാലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോകാത്ത രാജ്യങ്ങളൊന്നുമില്ല. ഒടുവിൽ മെക്സിക്കോയിൽ പോയിട്ട്, റഷ്യയിൽ നിന്നൊക്കെ വളരെ അകലെയുള്ള മെക്സിക്കോയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ പോലും അവിടെയും സ്റ്റാലിൻ്റെ ചാരന്മാർ വന്നെത്തുകയും ഒരു യുവാവ് ഒരു മഞ്ഞ് മഴ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ വധിക്കുകയും ഒക്കെയായിരുന്നു. എന്നാൽ അന്ന് മെക്സിക്കോ ഗവൺമെൻറ് കാര്യമായിട്ട് ഇദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. പിന്നീട് ഇദ്ദേഹം തിരികെ നാട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ അങ്ങനെയൊക്കെയുള്ള ഓരോ പദവിയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ട്രോട്സ്കിക്ക് പോലും സ്റ്റാലിൻ്റെ അടുത്ത് നിന്ന് രക്ഷയില്ലായിരുന്നു എന്നുള്ളതാണ്. സ്വേച്ഛാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അതായത് ഹിറ്റ്ലർ പോലും ഒന്നും ആയിരുന്നില്ല എന്ന് തോന്നും. ഉദാഹരണത്തിന് അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന 139 പേരിൽ 93 പേരെയും സ്റ്റാലിൻ്റെ പട്ടാളം വെടിവെച്ച് കൊല്ലുകയാണ്. കാരണം എനിക്കെതിരെ തിരിഞ്ഞേക്കാം എന്നുള്ള സ്റ്റാലിൻ്റെ സംശയം, അത് മാത്രമാണ് കാരണം. ഇനി പട്ടാളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 103 ജനറൽമാരിൽ, പ്രധാനപ്പെട്ട സോവിയറ്റ് യൂണിയനിലെ 103 ജനറൽമാരിൽ 81 പേരെയും വെടിവെച്ച് കൊല്ലുകയാണ് സ്റ്റാലിൻ. അതായത് ഫയർ ആൻഡ് സ്ക്വാഡിനടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഇനി ഇവരൊക്കെ വധിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമൊക്കെ ഇങ്ങനെ തഞ്ചത്തിൽ പറയുമായിരുന്നു. അതായത് പൊതുജനങ്ങളുടെ മുൻപിൽ ചെയ്ത കുറ്റം ഏറ്റു പറയുക. അതായത് അവർ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങളാണ്, എന്നാൽ ഇതൊക്കെ ചെയ്തു എന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിട്ടേക്കാം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ജയിലിൽ ഇട്ടേക്കാം എന്നൊക്കെ പറയും, കൊല്ലില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ ഫയർ ആൻഡ് സ്ക്വാഡ് വന്നിട്ട് ഇവരെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ തൂക്കി കൊല്ലുകയൊക്കെ ആയിരുന്നു. അപ്പോൾ പൊതുവെ ജനങ്ങൾ നോക്കുമ്പോഴും ഇവർ ഈ തെറ്റ് ചെയ്യുന്നതായിട്ട് ഇവർ പറയുന്നുണ്ട്. പിന്നെ ഇത് ശീലമായി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഈ കുറ്റം പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കൂടെ കൊന്നുകളയും.
അതല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ കൊല്ലുകയുള്ളൂ. ഇത്രയും ഭീകരതയായിരുന്നു. എന്നാൽ ഇത് ആരോടാണ് ഈ പറയുന്നത്? ഈ പാർട്ടിയിലെ തന്നെ ഏറ്റവും ശക്തരായിട്ട് അത്ര കാലം നിന്നിരുന്നവരും, അല്ലെങ്കിൽ പട്ടാളത്തിൽ തന്നെ വേൾഡ് വാർ II സമയത്തുമൊക്കെ വലിയ സൈന്യത്തെയൊക്കെ നയിച്ച് വിജയമൊക്കെ നേടിക്കൊടുത്തവരെയും ഒക്കെയാണ് ഇതുപോലെ ഫയറിംഗ് സ്ക്വാഡിലേക്ക് സ്റ്റാലിനെതിരെ തിരിയുന്നു എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്ത് ഇങ്ങനെ പോയി വധിക്കപ്പെടുന്നത്. അതായത് ഹിറ്റ്ലറിനെ കവച്ച് വെക്കുന്ന പ്രകടനമായിരുന്നു സ്റ്റാലിൻ ഈ കാര്യത്തിലൊക്കെ നടത്തിയത് എന്ന് പറയാം. ഇപ്പോൾ എർവിൻ റോമൽ എന്ന് പറയുന്ന ജനറലിന്റെ കാര്യം പലർക്കും അറിയാം, ജർമ്മനിയിലെ. അതായത് ഹിറ്റ്ലറിന്റെ പട്ടാളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ, അല്ലെങ്കിൽ സഖ്യകക്ഷികൾ പോലും ബഹുമാനിച്ചിരുന്ന ഒരു, അവസാനം യുദ്ധത്തിലൊക്കെ പരാജയം വരുമ്പോൾ അതുകൊണ്ടും, അല്ലെങ്കിൽ ഹിറ്റ്ലറിനെതിരെ ഓരോ അട്ടിമറി ശ്രമങ്ങളിലൊക്കെ പങ്കുണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങളും ഒക്കെ കാരണം ഇദ്ദേഹത്തെ വധിക്കണം. പക്ഷേ എർവിൻ റോമലിനും ഹിറ്റ്ലറിനെ പോലെയൊക്കെ തന്നെ നല്ല പേരുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇത് വേറെ രീതിക്കാണ് പോയത്. അതായത് ഹിറ്റ്ലറിന്റെ ചില ജനറൽസ് വന്ന് ഇദ്ദേഹത്തോട് പറയുന്നു, നിന്നെ എന്തായാലും തട്ടും, പക്ഷേ പട്ടാളം വെടിവെച്ച് കൊന്നാൽ അത് നിനക്ക് തന്നെ മാനക്കേടാണ്. അതുകൊണ്ട് ഹിറ്റ്ലർ നിനക്കൊരു ദയ കാണിച്ചിരിക്കുകയാണ്, കാരണം നിനക്ക് ആത്മഹത്യ ചെയ്യാനുള്ള അവസരം നൽകുകയാണ്. ഇതൊക്കെ ഇതേപടി സംഭവിച്ച കാര്യങ്ങളാണ്. അതായത് സ്വയം ചാകാനുള്ള ഒരു അനുവാദം കൊടുക്കുകയാണ്. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലോ കുടുംബാംഗങ്ങളെ കൊന്നുകളയും. അപ്പോൾ ഈ എർവിൻ റോമൽ മകനോടും ഭാര്യയോടും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സൈനൈഡ് കഴിച്ചു. അപ്പോൾ ഈ എർവിൻ റോമലിന്റെ പോലും അവസ്ഥ ഇതായിരുന്നു അന്ന് ജർമ്മനിയിൽ അവസാനമായപ്പോഴേക്കും. പക്ഷേ ഇത് ഒരു ഉദാഹരണമായിട്ട് എല്ലായിടത്തും കേൾക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ 100 ഇരട്ടിയാണ് സ്റ്റാലിൻ ഇതേ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഹിറ്റ്ലറിനേക്കാളും ഭയങ്കരമായിട്ടുള്ള, അതായത് കുറ്റം ഏറ്റു പറയിപ്പിച്ച് പരസ്യമായിട്ട്, ഇത് കേവലം സംശയത്തിൻ്റെയൊക്കെ പുറത്തായിരിക്കും പലതും. സ്റ്റാലിനൊപ്പം നിന്ന് പ്രവർത്തിച്ച പലരും പിന്നെ ഇതുപോലെ തോക്കിനിരയായപ്പോൾ അവരുടെ ഒപ്പം നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോകളിൽ നിന്നൊക്കെ അവരുടെ ചിത്രങ്ങൾ മായ്ച്ചു കളയുന്നുണ്ട്. അതായത് ആദ്യകാല ഫോട്ടോഷോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. എന്നിട്ട് വേറെ കാര്യങ്ങൾ വരച്ചു ചേർക്കും. പിന്നെ സ്റ്റാലിൻ്റെ കൂടെ അവരൊന്നും ഉണ്ടാകില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ. അതുപോലെ അന്ന് സോവിയറ്റ് യൂണിയനിലുള്ള ഏതൊരു ചെറ്റക്കുടിലും ഭക്ഷണത്തിന് വകയില്ലെങ്കിൽ പോലും സ്റ്റാലിൻ്റെയും ലെനിൻ്റെയും ഒക്കെ പടം വെച്ചിരിക്കണം എന്നുള്ളത് ഒരു നിയമം തന്നെയായിരുന്നു. അങ്ങനെ കണ്ടില്ലെങ്കിൽ ഉടനെ തന്നെ പട്ടാളം പിടിച്ചുകൊണ്ടുപോയി വധിക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുകയാണ്. അല്ലാതെ നമ്മൾ ഇന്നത്തെ ജനാധിപത്യ രീതിയിൽ ഒന്നും ചിന്തിക്കരുത്. കാലം അതായിരുന്നു. 2ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷവും അല്ലെങ്കിൽ അതിനു മുൻപും ഒക്കെയുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയും കൂടി ചിന്തിക്കുക. അന്നത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ഈ സ്റ്റാലിനൊരു കൊച്ചുകുട്ടിയെ, ഒരു പെൺകുട്ടിയെ എടുത്തു വെച്ചിരിക്കുന്ന, അതായത് കുട്ടികളെ വലിയ ഇഷ്ടമുള്ള ഒരാൾ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെയുള്ളൊരു ചിത്രം സ്ഥാപിച്ചിരുന്നു. ആ കുട്ടിയുടെ അച്ഛനെ പോലും പിന്നീട് ഈ സ്റ്റാലിൻ്റെ രഹസ്യ പോലീസ് സംശയം പ്രകടിപ്പിച്ച് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാളെയാണ് പലപ്പോഴും വലിയ ഹീറോ ആയിട്ട് ഇവിടെ കേരളത്തിലൊക്കെ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ്. കുലാക്കുകളിലെ ലക്ഷക്കണക്കിന് ആളുകളെ പണിയെടുപ്പിച്ച് കൊല്ലുന്നതോ, ഇതുപോലെ സ്വന്തം പാർട്ടിയിലെയും പട്ടാളത്തിലെയും, അല്ലെങ്കിൽ ബൂർഷ എന്ന മുദ്ര കുത്തി ശത്രുക്കളെന്ന്, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം കൂട്ടക്കൊലകൾ ചെയ്തിരുന്നതോ മാത്രമല്ല, ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ടത് ക്ഷാമങ്ങളിലൂടെയാണ്. അതായത് ഈ പ്രത്യയശാസ്ത്രം അനുസരിച്ചുകൊണ്ടൊക്കെ കൃഷി നവീകരിക്കുക, ഇതിൻ്റെയൊക്കെ ബാക്കിയായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഉക്രൈനിൽ തന്നെ നടന്ന ഒരു ക്ഷാമം എന്ന് പറഞ്ഞാൽ, അവർ പരമ്പരാഗതമായി ചെയ്തിരുന്ന ഒക്കെ നിർത്തിയിട്ട് ഇനി ഇതൊന്നും പറ്റില്ല, അവർക്ക് ഒരു പരിചയമില്ലായിരുന്ന മറ്റു ചില വിളകൾ കൊടുത്തിട്ട് ഇതങ്ങ് കൃഷി ചെയ്യുക. വിത്തിന് വെച്ചിരിക്കുന്നത് പോലും അവസാനം, അതായത് നിങ്ങൾ ഇത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ പിടിച്ചെടുക്കുകയും, അതായത് എല്ലാം മോസ്കോയിലേക്ക് ഒഴുകുന്ന ഒരു രീതിയായിരുന്നു. ഇതിനെയൊക്കെ തുടർന്ന് അവിടെ ഉണ്ടായ ഒരു വലിയ ക്ഷാമത്തിൽ 7 മുതൽ 8 മില്യൺ, അതായത് ഒരു 80 ലക്ഷം ആളുകളാണ് അന്ന് പട്ടിണി കിടന്ന് മരിക്കുന്നത്. അപ്പൊ ഇത് ഉക്രൈനിൽ മാത്രമല്ല, അന്ന് ഇതൊക്കെ USSRന്റെ ഭാഗമാണ്. USSRന്റെ റഷ്യയിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഇതുപോലെ കൃഷി നവീകരിച്ചതുമായി ബന്ധപ്പെട്ട്, അതായത് പിന്നീട് ചൈനയിലെ ഗ്രേറ്റ് ലീപ് ഫോർവേഡിന്റെ സമയത്ത് എങ്ങനെയാണോ 5 കോടി ആളുകൾ മരിച്ചത്, ഇതൊക്കെ ആദ്യമേ തന്നെ റഷ്യയിൽ അല്ലെങ്കിൽ USSRൽ സംഭവിച്ചതാണ്. അപ്പൊ ഇതാണ് മഹത്തായ സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത്. ട്രോട്സ്കിയെ പോലും, അല്ലെങ്കിൽ പാർട്ടിയിലെ 2ാമൻ 3ാമൻ എന്നൊക്കെ പറയാവുന്നവരെ പോലും ഇങ്ങനെ കൊല്ലുമ്പോൾ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ ഒരു ചാപ്പ അങ്ങ് കുത്തുകയാണ്, രാജ്യദ്രോഹി എന്നൊക്കെയുള്ള രീതിയിൽ. സ്റ്റാലിൻ പറഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല, ഒരു ഹീറോ പരിവേഷമായിരുന്നു. അതായത് ഇന്നത്തെ കാലമല്ല, ആളുകൾ കേൾക്കുന്നത് മാത്രം, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത് മാത്രം, പ്രൊപ്പഗാൻഡ മാത്രമാണ് ആളുകളൊക്കെ വിശ്വസിക്കുന്നത്. ഇപ്പോൾ 2ാം ലോകമഹായുദ്ധ സമയത്ത് ഗീബൽസിൻ്റെ കാര്യം കേട്ടിട്ടുണ്ടല്ലോ. അതായത് തോറ്റ് തുന്നം പാടി നിൽക്കുമ്പോഴും ഇതാ നമ്മൾ വിജയിച്ചു വരികയാണ്, ഉടനെ ജർമ്മനി വിജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ജനങ്ങളത് വിശ്വസിച്ചു. പിന്നീട് ചെമ്പട വരുമ്പോഴാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് പോലും ബെർലിനൊക്കെ ചെമ്പട പിടിക്കുന്നു. മറുഭാഗത്തു നിന്ന് അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ അങ്ങനെയുള്ള അവരുടെ സൈന്യങ്ങളും ഒക്കെ വരുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ജർമ്മനി എന്താണ് അത്രയും നാൾ ലോകത്തോട് ചെയ്തിരുന്നത്? 60 ലക്ഷത്തോളം ജൂതന്മാരെയൊക്കെ കൊല്ലുന്നു, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു. പക്ഷെ ജർമ്മനിയിലേക്ക് ചെമ്പട വരുമ്പോൾ അവിടെ സംഭവിക്കുന്നതും അത്ര നല്ല കാര്യങ്ങളല്ല.
USSRലെ തന്നെ ഒരു നേതാവ് ഈ പട്ടാളത്തിന് കൊടുക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ജർമ്മൻ സ്ത്രീകളുടെ അവരുടെ ഒരു വംശബോധം അത് താർക്കുക, അതുകൊണ്ട് അവരെ എല്ലാം ബലാത്സംഗം ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. അന്ന് ചെമ്പട കയറിയ ജർമ്മനിയുടെ ഭാഗങ്ങളിൽ 8 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ള, അത് ചിന്തിക്കുക, അതായത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമൊക്കെ, അതായത് 20 ലക്ഷം സ്ത്രീകളാണ് ഈ റഷ്യൻ പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ ചെമ്പടയുടെ ബലാത്സംഗത്തിന് ഇരയാകുന്നതും മറ്റുമൊക്കെ. ഇതൊക്കെ സ്റ്റാലിൻ അറിയാം, അല്ലെങ്കിൽ സ്റ്റാലിന് വേണമെങ്കിൽ തടയാം. പക്ഷേ ഇവരെല്ലാം കൂടി പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണത്. ഹംഗറിയിൽ 8 ലക്ഷത്തോളം സ്ത്രീകൾ ഈ ചെമ്പടയുടെ ബലാത്സംഗത്തിന് ഇരയാകുന്നു. ഓസ്ട്രേലിയയിൽ 1 ലക്ഷം. ഇങ്ങനെയൊക്കെയാണ് കണക്കുകൾ പോകുന്നത്. ഇപ്പോൾ അമേരിക്ക, ബ്രിട്ടൻ പോലെയുള്ളവരൊന്നും മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. എങ്കിൽ പോലും ഈ റഷ്യയും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ USSRും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ വളരെ ഭേദമായിരുന്നു എന്ന് തന്നെ പറയണം. ജർമ്മനിയെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ അമേരിക്കയ്ക്കൊക്കെ കൂട്ടുപിടിക്കേണ്ടി വന്നു എന്നുള്ള ഒരു ഗതികേടും കൂടിയാണ്. കാരണം യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ബെർലിൻ വരെയും, അല്ലെങ്കിൽ ബെർലിൻ വിഭജിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ജർമ്മനി തന്നെയും പലതായിട്ട് വിഭജിക്കപ്പെടുന്നു. അങ്ങനെ മധ്യ യൂറോപ്പ് വരെയും USSR എത്തുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസം എത്തുന്നു. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയൊരു രാജ്യമാണ്. അതിൻ്റെ കൂടെ ഈ പറയുന്ന പോളണ്ടും അല്ലെങ്കിൽ ജർമ്മനിയുടെ ഭാഗങ്ങളും ഒക്കെ അവിടം വരെ എത്രയോ രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിൻ്റെ കീഴിലാവുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ സന്ദേശ സിനിമയിലൊക്കെ ഹംഗറിയിൽ എന്ത് സംഭവിച്ചു, പോളണ്ടിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്നൊക്കെ കാലക്രമേണ കമ്മ്യൂണിസം പുറത്തായതിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ ലെനിന് പോലും അവസാനം സ്റ്റാലിനെ സഹിക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ സ്റ്റാലിനെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ ലെനിൻ നിലപാടുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും സ്ട്രോക്ക് വന്ന് ഒന്നിനും വയ്യാതായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് സ്റ്റാലിൻ തന്നെ പവറിൽ തുടരുകയായിരുന്നു. അതായത് ലെനിൻ മരിച്ചപ്പോൾ സ്റ്റാലിൻ യഥാർത്ഥത്തിൽ ഒരു ഏകാധിപതിയായിട്ട് മാറി, അല്ലെങ്കിൽ അയാൾ അത് നോക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ ലെനിൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചവും ഒക്കെ ചുമന്നുകൊണ്ട്, അതായത് സ്റ്റാലിൻ തന്നെ പിന്നീട് തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുത്ത പട്ടാള ജനറൽമാരെയും പാർട്ടിയിലെ തന്നെ ഉന്നതരെയും ഒക്കെ നേരെ അല്ലാതെ വധിക്കുന്നുണ്ട്. അത്രമാത്രം ജനപിന്തുണയും മറ്റുമൊക്കെ ഉള്ളവരെ, ചാരന്മാർ വഴിയുമൊക്കെ. എന്നിട്ട് അവരുടെയൊക്കെ ശവമഞ്ചവും എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാലിൻ്റെ പതിവായിരുന്നു. അതായത് സ്റ്റീൽ എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് ഈ സ്റ്റാലിൻ എന്നുള്ള ആ പേര് മാറ്റിയതാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു. അതായത് ഒരു മനുഷ്യൻ്റെതായ ഒരു വികാരങ്ങളും ഇല്ലാത്ത ഒരു, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കല്ല് കയറിയിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു സ്റ്റാലിൻ എന്ന് പറയാം. ഇപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും, ജർമ്മനി സ്റ്റാലിൻ്റെ ഒരു മകനെ പിടികൂടുകയും വിട്ടുതരണമെങ്കിൽ ഇന്ന കണ്ടീഷനൊക്കെ പറയുമ്പോൾ സ്റ്റാലിൻ പറയുന്നത് അങ്ങനെ ഒരു മകൻ എനിക്കില്ല എന്ന് പറയുന്നു, ജർമ്മനിക്കാർ തട്ടിക്കളയുകയാണ്. അപ്പോൾ ഇത് പലരും പുകഴ്ത്തി പറയാറുണ്ട്. പക്ഷേ സ്റ്റാലിൻ്റെ സ്വഭാവം ഇതാണ്. അല്ലാതെ അയാൾ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് മുൻപിൽ എൻ്റെ മകൻ പോലും ഒന്നുമല്ല എന്നുള്ള രീതിയിലല്ല ആ നിലപാടുകൾ എടുക്കുന്നത്. ഇതാണ് അയാളുടെ സ്വഭാവം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഒരാൾ. 2ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലം ഒന്നുകൊണ്ട് മാത്രം അയാളൊരു ഹീറോയായിട്ട് ലോകത്ത് പലയിടത്തും ഇന്നും ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ആ യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. ബൂർഷകളെന്നും മറ്റുമൊക്കെ മുദ്ര കുത്തി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കൊല്ലാക്കൊല ചെയ്യുന്നു. ഇത് മാത്രമല്ല, ഇവരുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറയുന്ന ചിന്തകരെയും ശാസ്ത്രജ്ഞരെയും ഒക്കെ വധിക്കുക, നാട് കടത്തുക, സൈബീരിയയിലെ കൊടും മഞ്ഞു വനങ്ങളിലേക്ക് കൊണ്ടുവിടുക, ഇതൊക്കെ പതിവ് കാര്യങ്ങളായിരുന്നു. ചെച്നിയ എന്ന് പറയുന്ന പ്രവിശ്യയിൽ അവിടെ മുസ്ലിംസ് ആണ് കൂടുതലും. ഇവർ തനിക്കെതിരെ പ്രശ്നമുണ്ടാക്കിയേക്കാം എന്നുള്ള ഒരു ചിന്തയിൽ അവിടെ കുറേ അധികം പട്ടാളക്കാരെ വിന്യസിച്ച് അവരെ മുഴുവൻ സൈബീരിയയിലെ കടുത്ത ശൈത്യമുള്ള സ്ഥലങ്ങളിലേക്ക് തീവണ്ടികളിൽ അടുക്കി യാത്രയാക്കുകയാണ്. അങ്ങനെ ചെച്നിയയിൽ നിന്ന് ആളുകളെ വീടുകളിൽ നിന്ന് കുടി ഒഴിപ്പിക്കുമ്പോൾ നടക്കാൻ ആരോഗ്യമില്ലാത്തവരെയൊക്കെ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് തന്നെ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഒരുപക്ഷെ ജർമ്മനിയെ അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ സോവിയറ്റ് യൂണിയന്റെ സ്വഭാവവും ഇത് തന്നെയായിരുന്നു. സ്വന്തം ജനതയെ തന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന. ചെച്നിയയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ സൈബീരിയയിലേക്ക് ട്രെയിനുകളിൽ പോകുമ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും ടൈഫോയിഡ്, കഠിന ശൈത്യം ഇതൊക്കെ മൂലം മരണമടയുകയാണ്. ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഇതൊന്നും ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കാര്യമല്ല ഈ പറയുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാര്യമാണ്, അല്ലെങ്കിൽ ഒരു 100 വർഷത്തിനപ്പുറം മാത്രം നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. കുലാക്കുകൾ, ജന്മികൾ എന്ന് പറഞ്ഞ് കൊന്നൊടുക്കിയ ഏകദേശം 50 ലക്ഷത്തോളം ആളുകളെ കൊന്നൊടുക്കിയപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും കാര്യമായിട്ട് ഒന്നുമില്ലാതിരുന്ന, സ്വകാര്യ സമ്പാദ്യമായിട്ട് എന്തെങ്കിലും പണിയായുധങ്ങളൊക്കെ മാത്രം ഉണ്ടായിരുന്നു എന്നുള്ള പേരിൽ കൊല്ലാക്കൊല ചെയ്യപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും. പിന്നീട് ചൈനയിൽ കമ്മ്യൂണിസം വരുമ്പോഴും നടക്കുന്നത് വേറൊന്നുമല്ല. ഡെൻ ഷിയാവോപിങ്ങിന്റെ കാലത്ത് 1979 ചൈന മാറുന്നത്. അതിനു മുൻപുള്ള ചൈന എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സോവിയറ്റ് യൂണിയന്റെ മറ്റൊരു പതിപ്പായിരുന്നു എന്ന് പറയാം. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും വർഷങ്ങൾ കൊണ്ട് നടത്തിയ ഇവരുടെ ഒരു മൊത്തത്തിലുള്ള പരിവർത്തനം, അതായത് സാംസ്കാരികമായിട്ടും
അല്ലെങ്കിൽ കൃഷിയിലെ മാറ്റങ്ങളൊക്കെ ആണെങ്കിലും, അതായത് പണ്ട് USSR നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് അതൊരു വലിയ ദുരന്തമാവുകയും 5 കോടി ആളുകളാണ് ചൈനയിൽ കൊല്ലപ്പെട്ടത്. ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്റ്റാലിനെയും ഹിറ്റ്ലറിനെയും ഒക്കെ കടത്തി വെട്ടി ഒന്നാമത് വന്ന് നിൽക്കുന്നത് മാവോയാണ്. കാരണം ആ ഒരു സമയത്ത് ചൈനയുടെ പഴയ സംസ്കാരം മുഴുവൻ തകർക്കുക എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കൊള്ളയും കൊലയും എല്ലായിടത്തും നടക്കുന്നു. പാർട്ടിക്കെതിരെ നിൽക്കുന്നവരെ മുഴുവൻ ഇല്ലാതാക്കുന്നു. തങ്ങൾക്കെതിരെ നിൽക്കുന്ന ഭൂവുടമകളെയും അല്ലെങ്കിൽ കൃഷിക്കാരെയും ഒക്കെ ഇല്ലാതാക്കുന്നു. കൃഷിയിൽ പല മാറ്റങ്ങളും വന്നതുകൊണ്ട് ക്ഷാമങ്ങൾ ഉണ്ടാകുന്നു, രോഗങ്ങളുണ്ടാകുന്നു. ഇങ്ങനെയാണ് ചൈനയിൽ ഈ 5 കോടിയോളം ആളുകൾ, 50 മില്യൺ അത്രയും ആളുകളാണ് മരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ മഹത് വചനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് കൃഷിയിൽ കുരുവികൾ വന്ന് അല്ലെങ്കിൽ ധാന്യങ്ങളൊക്കെ തിന്നു തീർക്കുമ്പോൾ ഓരോ ഗ്രാമീണനും പോയി ഒരു ദിവസം 2 കുരുവിയെങ്കിലും കൊല്ലുക. ഇങ്ങനെയൊക്കെയുള്ള ഉട്ടോപ്യൻ സാധനങ്ങളും ചൈന ഒരു നരകമായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ മാവോയുടെയൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് മിതവാദികളായിട്ടുള്ള ആളുകളൊക്കെ വരികയും അല്ലെങ്കിൽ ചൈന ഇപ്പോഴത്തെ രീതിയിലേക്ക് പോയി രക്ഷപ്പെടുകയും ചെയ്തത്. അല്ലെങ്കിൽ അതൊരു ഭൂമിയിലെ നരകമായിട്ട് ഇന്നും അവശേഷിക്കുമായിരുന്നു. സോവിയറ്റ് യൂണിയൻ തന്നെ താർന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അത് പരിഷ്കരിക്കുവാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആളുകൾ വന്നു എങ്കിൽ പോലും ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിലും വൈകിപ്പോയിരുന്നു. ഇതാണ് USSR എന്ന് പറയുന്ന ഒരു രാജ്യം എന്നിരിക്കെ അതെങ്ങനെ മുന്നോട്ട് പോകും? അതിനോട് ആർക്കിഷ്ടമുണ്ടായിരിക്കും? സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ മുഴുവൻ നരകിക്കുമ്പോഴും അതിന് പുറത്തുള്ള രാജ്യങ്ങളിൽ പലരും സോവിയറ്റ് യൂണിയൻ ഒരു സ്വർഗമാണ് എന്ന് കരുതിയിരുന്ന, പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് അനുഭാവികളായിരുന്ന രാജ്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത്, ഇന്ത്യയിൽ ഉൾപ്പെടെ. റൊമേനിയ എന്ന് പറയുന്ന രാജ്യത്ത്, അതായത് വേൾഡ് വാർ 2 സമയത്ത് സോവിയറ്റ് യൂണിയൻ ജർമ്മനിയെ തോൽപ്പിച്ചോടിക്കുന്ന രാജ്യങ്ങളിലെല്ലാം പിന്നീട് ചെമ്പട അല്ലെങ്കിൽ സോവിയറ്റ് ഭരണത്തിന് കീഴിലാവുന്നു. റൊമേനിയയിലെ നിക്കോളായ് ചൗസഷ്ക്യു, അദ്ദേഹത്തെയും ഭാര്യയും ഒക്കെ പിന്നീട് പരസ്യമായിട്ട് വെടിവെച്ച് കൊല്ലുന്നതിൻ്റെയൊക്കെ വീഡിയോകൾ യൂട്യൂബിൽ തന്നെയും കിടപ്പുണ്ട്. ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ജനം മുഴുവൻ പട്ടിണി കിടക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെയാണ് അന്ന് റൊമേനിയയിൽ ഇവർ കൊട്ടാരമായിട്ട് പണിയുന്നത്. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. സ്റ്റാലിൻ തന്നെ മരിക്കുന്നത് എങ്ങനെയാണ്? ആർക്കും വിശ്വാസമില്ല. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൻ്റെ, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതും ആയിട്ടൊന്നും ഇത് കമ്പയർ ചെയ്യരുത്. ഇവിടെയുള്ളത് വളരെ നല്ലതാണെന്നല്ല പറഞ്ഞത്. ഇവിടെയുള്ളതൊന്നും കമ്മ്യൂണിസം അല്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നടന്നിട്ടുള്ള രാജ്യങ്ങളിൽ ഇതൊക്കെയാണ് നടന്നതെന്നാണ് പറയുന്നത്. സ്റ്റാലിൻ തന്നെയും ഒന്ന് ദേഷ്യപ്പെട്ട് ഒരുപക്ഷെ ഒന്ന് അറിയാതെ കൈ തട്ടിയാൽ പോലും അവനെ തട്ടിക്കളയുന്ന അത്ര പേടിയായിരുന്നു സ്റ്റാലിനെ എല്ലാവർക്കും. അതായത് ഇവരൊക്കെ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ കയ്യടി നിർത്താൻ വേണ്ടി ഇവർ തന്നെ ഒരു ആംഗ്യം കാണിക്കും, അപ്പോഴാണ് കയ്യടി നിർത്തുക. അല്ലാതെ ആളുകൾ കയ്യടി നിർത്തില്ല, പേടിച്ചിട്ട് കൈയടിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉന്നിൻ്റെയൊക്കെ കാര്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു ബെല്ലടിക്കുമ്പോൾ കൈയടിക്കുന്നത് നിർത്തണം. ഇനി എങ്ങാനും കൈ ഒഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരുത്തൻ കൈ അടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം പിന്നെ പോക്കാണ്. ഇതൊക്കെയാണ് അന്നത്തെ റഷ്യയിൽ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈ സ്റ്റാലിൻ തന്നെ ഏത് സമയവും ആരും വധിച്ചേക്കാം എന്നൊക്കെയുള്ള പേടി ഉള്ളതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഇദ്ദേഹത്തിന് ഒരു രാത്രി സ്ട്രോക്ക് ഉണ്ടാവുകയും, എന്നാൽ ശബ്ദമൊക്കെ കേട്ടെങ്കിലും ഈ ഗാർഡുമാരൊന്നും അകത്തേക്ക് കയറാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. കാരണം ശല്യപ്പെടുത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങാനും കയറി നോക്കി വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കയറിയവൻ്റെ തല പിന്നെ കാണില്ല, അല്ലെങ്കിൽ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടികളിലേക്ക് പോകും. ഇത് ചുമ്മാ ഇങ്ങനെ വെറുതെ പറയുന്നതല്ല. അപ്പോൾ സ്റ്റാലിൻ ഏർപ്പെടുത്തിയ ഈ വലിയ സുരക്ഷ കാരണമാണ് സ്റ്റാലിൻ മരിക്കുന്നതെന്നും കാണാം. അതായത് സ്ട്രോക്ക് വന്ന് അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് കിടന്ന് പിടയുമ്പോൾ ആരും അകത്തേക്ക് കയറി വരുന്നില്ല, കാരണം പേടിച്ചിട്ട്. പിന്നീട് ക്രൂഷ്ചേവും അല്ലെങ്കിൽ ഒരുപാട് പേര്, ഇപ്പോൾ മാവോയുടെ കാലത്തിന് ശേഷം ചൈനയിലാണെങ്കിലും ഒക്കെ പല നേതാക്കന്മാരും ഈ ചൈനയിൽ മാവോയെയും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിനെയും ഒക്കെ കുറ്റപ്പെടുത്തി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പലരും ചോദിക്കും, ഇതൊക്കെ എന്തുകൊണ്ട് അയാളുടെ ഒപ്പം നിന്നപ്പോൾ പറഞ്ഞില്ല? അപ്പോൾ ഇവർ മറുപടിയായിട്ട് പറയുന്നുണ്ട്, അന്ന് പറഞ്ഞിരുന്നെങ്കിൽ തല കാണില്ല. അതായത് ഇവരൊന്ന് ചത്തൊടുങ്ങാൻ നോക്കി നിൽക്കുകയായിരുന്നു ഇത്തിരിയെങ്കിലും മാറ്റം കൊണ്ടുവരാൻ. ഈ ക്രൂഷ്ചേവ് തന്നെയും അത്ര നല്ല ആളൊന്നും ആയിരുന്നില്ല. അതായത് സ്റ്റാലിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഭേദമാണ്. മാവോയൊക്കെ നശിപ്പിച്ച ചൈനയാണ് ഈ ഡെങ് ഷിയാവോപിങ് ഒക്കെ പിന്നീട് ഉദ്ധരിച്ച് ഇന്നത്തെ ചൈനയാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ അത് ഒരിടത്തും പ്രാക്ടിക്കലായിട്ടില്ല. കമ്മ്യൂണിസം ഒരു രാജ്യങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടില്ല, തകർത്തിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്നും അപൂർവമായിട്ടെങ്കിലും പേരിലെങ്കിലും കമ്മ്യൂണിസം നിൽക്കുന്നത് ചൈനയിൽ പേരിൽ മാത്രമേ ഉള്ളൂ. അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണോ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കുറവാണെന്നൊക്കെ പറയുമ്പോൾ പോലും കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാവോയുടെ കാലത്തെയും USSRന്റെ കാലത്തെയും ഒക്കെ വെച്ച് നോക്കിയാൽ അവിടെ കമ്മ്യൂണിസം അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയിലെ കാര്യം പറയണ്ട, ഇവിടുത്തെ നിയമങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷമുള്ള രീതിയിലൊക്കെയുള്ള ഒരു പാർട്ടിയായിട്ടൊക്കെ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ഈ പറയുന്ന റഷ്യയിലെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതല്ല, പേരിന് മാത്രമുള്ളത്. എന്നാൽ ഇവിടെയുള്ളവരും ഈ പറയുന്ന സ്റ്റാലിൻ, ലെനിൻ, മാവോ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുമ്പോഴാണ് അവർ ഈ ചരിത്രം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ മുസോളിനി പണ്ട് ഒരു സൈന്യമൊക്കെ ഉണ്ടാക്കി മാർച്ച് ചെയ്ത് രാജാവിനെ പേടിപ്പിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി രാജാവ് അങ്ങോട്ട് ക്ഷണിച്ച്
അതുപോലെ അധികാരം കിട്ടിയത് കണ്ടിട്ട് തന്നെയാണ് ഹിറ്റ്ലർ ഇറങ്ങുന്നത്. ഹിറ്റ്ലർ ഇതുപോലെ ഒരു സൈന്യവും കൊണ്ട് അങ്ങനെ മാർച്ച് ചെയ്ത് പോയി, പോലീസ് അറസ്റ്റ് ചെയ്തു, അടിച്ചോടിച്ചു. അങ്ങനെ ജയിലിൽ കിടക്കുമ്പോഴാണ് ആത്മകഥയൊക്കെ എഴുതുന്നത്. എന്നാൽ പിന്നീട് അധികാരത്തിൽ വരികയാണ്. പക്ഷെ എന്താണെങ്കിലും ഈ ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ കൊന്നതിൻ്റെ 3 ഇരട്ടിയാണ് കമ്മ്യൂണിസം ലോകത്തെ ആളുകളെ കൊന്നിട്ടുള്ളത്. അതായത് മറ്റേതൊരു 3 കോടിയാണെങ്കിൽ ഇത് 10 കോടിയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ജർമ്മനിയോട് ഒരു നീതികേട് തന്നെയാണ് ഈ വേഴ്സായ ഉടമ്പടിയൊക്കെ വെച്ചിട്ട് മറ്റ് രാജ്യങ്ങൾ കാണിക്കുന്നത്. കാരണം എല്ലാം ജർമ്മനിയുടെ പിടലിക്ക് വെച്ചു. നിങ്ങൾക്ക് സൈന്യം പാടില്ല, അല്ലെങ്കിൽ ഇത്രയും നഷ്ടപരിഹാരം തരണം. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ജർമ്മനിയിലുള്ള ജനങ്ങൾക്കൊരു അനീതി ഞങ്ങളോട് പലരും കാണിച്ചു എന്നുള്ളൊരു ചിന്തയുണ്ട്. അതുപോലെ ഇറ്റലിയും യഥാർത്ഥത്തിൽ ആദ്യം ജർമ്മനിയുടെ ഒപ്പമായിരുന്നെങ്കിലും ഒന്നാം ലോക മഹായുദ്ധത്തിൽ പിന്നീട് അവർ മറ്റവരുടെ കൂടെ കൂടി, എങ്കിലും അതനുസരിച്ചുള്ള ഒരു പരിഗണന ഇറ്റലിക്ക് കൊടുത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുമൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ഹിറ്റ്ലറൊക്കെ അധികാരത്തിൽ വരുന്നത്. എപ്പോഴും ഒരു ന്യൂനപക്ഷത്തെ കാണിച്ച് ഇവരാണ് എല്ലാത്തിനും പ്രശ്നമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് നന്നായിട്ട് പിടിക്കും. പ്രത്യേകിച്ച് അവരിത്തിരി സമ്പത്തും കൂടെ ഉള്ളവരാണെങ്കിൽ കാര്യമായിട്ടും. ഈ വേൾഡ് വാർ 1 ഒക്കെ തോക്കാൻ കാരണം ജൂതന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം ഇവരുടെ തലയിലിട്ട്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ USSRലൊക്കെ എങ്ങനെയാണോ കുലാഗുകളിൽ ക്യാമ്പുകളിലിട്ട് മറ്റവരെ പീഡിപ്പിച്ചത്, അല്ലെങ്കിൽ ഇവരെ മുഴുവൻ ജന്മികൾ ബൂർഷാസികൾ എന്നൊക്കെ പറഞ്ഞ് അവരെ മുഴുവൻ കൊന്നു തള്ളിയത് എന്ന് പറയുന്നത് പോലെ ഇവിടെ ജൂതന്മാരായിരുന്നു. ഹിറ്റ്ലറുടെയൊക്കെ നേതൃത്വത്തിൽ ആദ്യം ജർമ്മനി ഓസ്ട്രിയ പിടിക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. കാരണം ഒന്നാം ലോകമായത് കൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ മടുത്തു. ഇനി ഒരു യുദ്ധത്തിന് വയ്യ, അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. പിന്നെ ജർമ്മനിയുടെ അനീതിയാണ് ചെയ്തതെന്ന് ഈ ഫ്രാൻസിനും ബ്രിട്ടനും അമേരിക്കയ്ക്കും ഒക്കെ ഏകദേശം അറിയാം. എല്ലാം അവരുടെ പിടലിൽ ഇട്ടു. അപ്പൊ ഈ കാരണങ്ങളെ കൊണ്ട് മിണ്ടാതിരുന്നു. ജനങ്ങളും എതിരാണ് മറ്റൊരു യുദ്ധത്തിന്. 1939 ഇവര് ചെക്കോസ്ലോവാക്കിയയുടെ കുറച്ച് സ്ഥലം കൂടെ സുഡറ്റൻ ലാൻഡും ഒക്കെ പിടിച്ചെടുക്കുന്നു. അപ്പോഴും ആരും മിണ്ടുന്നില്ല. പക്ഷേ UK പ്രധാനമന്ത്രി ചേംബർലൈനൊക്കെ പോയിട്ട് നിങ്ങൾ ഇനി പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു. തിരിച്ചു വന്നപ്പോൾ തന്നെ അവർ ചെക്കോസ്ലോവാക്യ മുഴുവനായിട്ട് പിടിച്ചു. അതായത് ആരും ജർമ്മനിക്കെതിരെ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ പോളണ്ടിലേക്ക് കയറുന്നു. യുദ്ധപ്രഖ്യാപനം നടക്കുന്നു. പക്ഷെ 6 മാസം വരെ പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു യുദ്ധവും നടക്കുന്നില്ല. പോളണ്ട് യഥാർത്ഥത്തിൽ ഒരു ഇത്രമാത്രം അധിനിവേശങ്ങൾക്ക്, ഇപ്പോൾ വേൾഡ് വാർ 2 മാത്രം കാര്യം എടുത്തു നോക്കുക. ആദ്യം ഒരു ഭാഗത്തുനിന്ന് ജർമ്മനി കയറുന്നു, മറ്റിടത്തുനിന്ന് സോവിയറ്റ് യൂണിയൻ കയറുന്നു. പിന്നീട് ജർമ്മനി മൊത്തത്തിൽ കയറി സോവിയറ്റ് യൂണിയനിലേക്ക് പോകുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയൻ തൂത്ത് ഉടച്ചുകൊണ്ട് അപ്പുറേ പോകുന്നു. എത്ര തവണയാണ് പോളണ്ട് ഇങ്ങനെ കയറി ഇറങ്ങുന്നത്, ഒരു 5 ഭാഗമായിട്ട്. അങ്ങനെ ജർമ്മനി ജൈത്രയാത്ര തുടങ്ങുകയാണ്. ബെൽജിയം പിടിക്കുന്നു, നെതർലൻഡ്സ് പിടിക്കുന്നു. 2 ആഴ്ച കൊണ്ട് ഫ്രാൻസ് വീഴുകയാണ്. ലോകം ഞെട്ടിപ്പോയ ഒരു സംഭവം. ഇതെന്തൊരു, ജർമ്മനിയിലുള്ളവരൊക്കെ അതിമാനുഷികരാണ് എന്ന് പോലും ലോകം കരുതിയ ഒരു സംഭവം. അതായത് വേൾഡ് വാർ 1 അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ ഒരു ജേതാവായി നിൽക്കുന്ന ഫ്രാൻസിനെ 2 ആഴ്ച കൊണ്ട് ഈ ബ്ലിറ്റ്സ് ക്രീഗ് പോലെയുള്ള പരിപാടികളിലൂടെയൊക്കെ ജർമ്മനി വീഴ്ത്തുകയാണ്. ഇറ്റലി കൂടെ ചേരുന്നു, ജപ്പാൻ കൂടെ ചേരുന്നു. അങ്ങനെ ഇവര് ലോകം മുഴുവൻ കീഴടക്കിയിട്ട് ഈ 3 സൈന്യവും കൂടിയിട്ട് ഒരുമിക്കാനായിട്ട് അവർ തീരുമാനിച്ചിരുന്നത് നമ്മുടെ ഡൽഹി ആയിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതൊന്നും നടന്നില്ല. അപ്പോൾ ആ സമയത്ത് ഹിറ്റ്ലറിന് സ്റ്റാലിൻ ഒരു അഭിനന്ദന കത്തൊക്കെ അയക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഹിറ്റ്ലറിന് ഈ പറയുന്ന പോളണ്ടിലൊക്കെ കയറി ഇനി മറ്റുള്ളവരൊക്കെ യുദ്ധത്തിന് വരുമെന്ന് മനസ്സിലായി. കാരണം ഇത്രയും ആയപ്പോഴേക്കും യുദ്ധം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മറുവശത്ത് വേറൊരു കൂട്ടരുണ്ട്, റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ പോയി അവരുമായിട്ട് ഒരു അനാക്രമണ സന്ധി ഉണ്ടാക്കുന്നുണ്ട്, പരസ്പരം ആക്രമിക്കില്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ പോളണ്ടിലേക്ക് കയറുമ്പോൾ ഒരു വശത്ത് നിന്ന് ജർമ്മനിയും മറുവശത്ത് നിന്ന് സോവിയറ്റ് യൂണിയനും കയറിയിട്ട് ഇവർ പാതിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈ 2 കൂട്ടർക്കും പരസ്പരം വിശ്വാസമില്ല. ഇപ്പോൾ ഹിറ്റ്ലറിന് തന്നെ പണ്ടേ തന്നെ USSR മുഴുവൻ പിടിക്കണമെന്നുണ്ട്. കാരണം അതൊരു വലിയ പ്രദേശമാണ്. ജർമ്മൻ ജനതയ്ക്ക് മുഴുവൻ കയറി താമസിക്കാനുള്ള, അല്ലെങ്കിൽ ആവശ്യത്തിലധികം സ്ഥലം. അപ്പോൾ അത് എന്തായാലും വേണം ഹിറ്റ്ലറിന്. പക്ഷെ തൽക്കാലത്തേക്ക് ഒരു അനാക്രമണ സന്ധിയാണ് ഉണ്ടാക്കിയത്. ഇത് മറ്റവർക്കും അറിയാം. ഈ ചേംബർലൈൻ തന്നെ വേൾഡ് വാർ 2 തുടങ്ങുന്നതിന് മുൻപ് പറയുന്നുണ്ട്, നിങ്ങൾ പോയി റഷ്യയോട് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനോട് കൂട്ടുകൂടിയിട്ട് ജർമ്മനിയെ തോൽപ്പിക്കണമെന്ന്. എന്നാൽ അന്നേ തന്നെ ആ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ സോവിയറ്റ് യൂണിയനോട് കൂട്ടുകൂടിയിട്ട് ജർമ്മനിയെ തോൽപ്പിക്കാൻ സാധിച്ചാൽ ജർമ്മനി തോക്കുമായിരിക്കാം, പക്ഷേ പിന്നീട് അതിലും വലിയ പ്രശ്നമായിട്ട് ഈ സോവിയറ്റ് യൂണിയൻ മാറും. യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചത്. മധ്യ യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ നല്ലൊരു ഭാഗം വരെയും പിന്നീട് സോവിയറ്റ് യൂണിയൻ്റേതായിട്ട് മാറി. അവിടെ നിന്നൊക്കെ കമ്മ്യൂണിസം പുറത്തായതാണ്. എന്തുകൊണ്ടാണ് പുറത്തായത്? ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. USSRുമായിട്ടുള്ള ഈ അനാക്രമണ സന്ധി ഒരു 2 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്നുള്ളൂ. സോവിയറ്റ് യൂണിയൻ അറിയാം ജർമ്മനി എന്തായാലും ഞങ്ങളെയും പിടിക്കും. അതായത് ഇനിയിപ്പോൾ UK മാത്രമേ ജർമ്മനിക്ക് ബാക്കിയുള്ളൂ. അതൊരു ദ്വീപ് പോലെ മറുഭാഗത്ത് നിൽക്കുകയാണ്, നടുക്ക് കടലാണ്. അപ്പോൾ ഇനി UK ആയിട്ടും അല്ലെങ്കിൽ അമേരിക്കയും ഒക്കെ ആയിട്ടാണ്. അതായത് അമേരിക്ക അത്രമാത്രം പിണക്കരുത് എന്നുണ്ടായിരുന്നു ജർമ്മനിക്ക്. പക്ഷേ ജപ്പാൻ കൊണ്ടുപോയി കലമുടക്കുകയായിരുന്നു എന്ന് പറയാം.
അതെന്ത് തന്നെയാണെങ്കിലും സോവിയറ്റ് യൂണിയൻ, ഇത്രയും സ്ഥലമുള്ള സോവിയറ്റ് യൂണിയൻ ഫിൻലൻഡിനോട് പറയുകയാണ്, നിങ്ങളുടെ അതിർത്തിയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ഞങ്ങൾ ഇങ്ങ് എടുക്കുകയാണ്. കാരണം ഇവിടെ ഒരു ലെനിൻഗ്രാഡ് ഉണ്ട്, അപ്പോൾ അത് പിടിക്കണം. മറ്റവർ കയറി വന്നാൽ അത് ഇവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സ്ഥലം ഇങ്ങ് തരാനാണ് പറയുന്നത്. ഫിൻലൻഡ് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഫിൻലൻഡിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതായത് നാണം കെട്ട് വിജയിച്ച ഒരു അവസ്ഥയായിരുന്നു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നത്. 6 ലക്ഷം പട്ടാളക്കാരും ആയിരക്കണക്കിന് ടാങ്കുകളും ഒക്കെ ആയിട്ട്, വിമാനങ്ങളും ഒക്കെ ആയിട്ടാണ് ഫിൻലൻഡിലേക്ക് സോവിയറ്റ് പടയങ്ങ് കയറുന്നത്. നേരെ മറിച്ച് ഫിൻലൻഡിന് ഒരു 2 ലക്ഷം പട്ടാളക്കാരും ഒക്കെ മാത്രമാണ് ഉള്ളത്. അവർക്ക് വിമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 100 ടാങ്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ റഷ്യ അവിടെ കിടന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയെന്ന് പറയാം. അതായത് ഈ നെപ്പോളിയൻ ആണെങ്കിലും ഹിറ്റ്ലറിനാണെങ്കിലും ഒക്കെ തന്നെ പിന്നീട് സംഭവിക്കുന്നത് റഷ്യൻ വിന്റർ ആണ് പണിയാവുന്നത്. ഇതേ വിന്റർ തന്നെ ഈ റഷ്യക്കും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും പണിയായിട്ടുണ്ട് ഫിൻലൻഡിൽ. ഫിൻലൻഡിൽ ഈ അതിശൈത്യത്തിൽ യുദ്ധം ചെയ്യാനായിട്ട് ഫിന്നിഷ് പട്ടാളക്കാർക്ക് നല്ല കഴിവുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധം അവസാനിച്ചപ്പോൾ 25,000 ഫിൻലൻഡ് പട്ടാളക്കാരാണ് മരിച്ചതെങ്കിൽ റഷ്യയുടെ 2 ലക്ഷത്തോളം പട്ടാളക്കാരാണ് മരിച്ചത്. ടാങ്കുകളെല്ലാം ഐസിനടിയിൽ, അതായത് ഈ മഞ്ഞുറഞ്ഞ് കിടക്കുകയായിരിക്കും. ഈ ടാങ്കുകൾ ഇതിനടിയിലേക്ക് പോയിട്ട് മുങ്ങി താണു പോകുന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ സ്റ്റാലിൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഫിൻലൻഡിലേക്ക് പോയ റഷ്യയുടെ, സോവിയറ്റ് യൂണിയൻ്റെ ജനറൽമാരെയൊക്കെ വിളിച്ചു വരുത്തി. നീയൊക്കെ കാരണം ഇങ്ങനെ നാണം കെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനറൽമാരെ എല്ലാം ഇതിൻ്റെ ഉത്തരവാദിത്തം പറഞ്ഞുകൊണ്ട് വെടിവെച്ച് കൊല്ലുകയാണ്. പട്ടാള മേധാവികളെ. ഇതായിരുന്നു സ്റ്റാലിൻ എന്നുള്ളതാണ്. പിന്നെ ഫിൻലൻഡ് പിടിക്കുമ്പോൾ ഈ ഫിൻലൻഡിലെ പട്ടാളക്കാരെ എല്ലാം വെടിവെച്ച് കൊല്ലുന്നത്, ലക്ഷക്കണക്കിന് ആളുകളെ വെടിവെച്ച് തീർക്കുകയാണ്. ഇവരെല്ലാം ഒന്നിച്ച് കുഴിച്ചു മൂടുന്നു. ഇതൊക്കെ വേറൊരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം പട്ടാളത്തോട് പോലും ചെയ്യുന്നത് ഇതാണെന്നാണ് പറയുന്നത്. നമ്മൾ വിശ്വസിക്കില്ല, ഈ കഴിഞ്ഞ നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ തരിച്ചിരുന്നു പോകും. ഒരുപക്ഷെ വർഷങ്ങളോളം. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് ഇതായിരുന്നു മനുഷ്യൻ്റേത് എന്ന് നമ്മളെ ഞെട്ടിക്കുക എന്നൊന്നും പറഞ്ഞാൽ പോരാ. അതൊക്കെയാണ് നടന്നിരുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ നാണം കെട്ട് ഫിൻലൻഡിനോട് ജയിച്ചത് കൊണ്ട് ഈ പറയുന്ന സഖ്യകക്ഷികൾക്കും തോന്നി ഈ സോവിയറ്റ് യൂണിയൻ വലിയ ഗുണമൊന്നുമില്ല, പട്ടാളക്കാരൊന്നും പോരാ എന്ന് തോന്നി. ഹിറ്റ്ലറിനും തോന്നി, അല്ലെങ്കിൽ ജർമ്മനിക്കും തോന്നി, ഇവരെ ഫിൻലൻഡിൽ കാണിച്ചത് ഇതാണ്, അപ്പോൾ പിന്നെ ഇവരെ പെട്ടെന്ന് കീഴടക്കുന്നതാണ് നല്ലതെന്ന്. അതുകൊണ്ടും കൂടി ആയിരിക്കാം വളരെ പെട്ടെന്ന് അങ്ങ് കടന്നാക്രമിച്ച് റഷ്യ ഇപ്പം അങ്ങ് കീഴടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനി ഇറങ്ങാനായിട്ടുള്ള ഒരു കാരണം. റഷ്യ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ജർമ്മനിയുടെ കാര്യം പിന്നീട് പറയേണ്ട കാര്യമില്ല. ഹിറ്റ്ലർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്താണ്? റഷ്യ കയറി ആക്രമിക്കാൻ പോയി തെറ്റായ സമയത്ത്. ഈ സമയത്തൊക്കെ വിൻസ്റ്റൺ ചർച്ചിലൊക്കെ, ചേംബർലൈൻ മാറി വിൻസ്റ്റൺ ചർച്ചിൽ വന്നിട്ട് സ്റ്റാലിന് കത്തെഴുതുന്നുണ്ട്, ജർമ്മനി വിശ്വസിക്കരുത്, അവർ നിങ്ങളെ ആക്രമിക്കും. പക്ഷേ ഇതൊക്കെ സ്റ്റാലിനും അറിയാം. പക്ഷേ സ്റ്റാലിൻ ഈ കത്തുകൾ നേരെ ചോർത്ത് ഹിറ്റ്ലറിന് കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്? അതായത് ഗുഡ് ബോയ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ റഷ്യ റൊമേനിയയുടെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ജർമ്മനി തന്നെയും യൂറോപ്പ് മുഴുവൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഓരോ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വില പേശുമ്പോൾ ഹിറ്റ്ലറിന് വല്ലാതെ, അല്ലെങ്കിൽ ജർമ്മനിക്കൊക്കെ അരിശം കയറുകയാണ്. അപ്പോൾ ഇനിയും റഷ്യ ആക്രമിക്കാൻ വൈകിച്ചുകൂടാ. അങ്ങനെയാണ് 1941 ജൂണിലൊക്കെ ഓപ്പറേഷൻ ബാർബറോസ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത്. ഇതിലും വലിയൊരു കരയുദ്ധം അല്ലെങ്കിൽ ഒരു യുദ്ധം നടന്നിട്ടില്ല. ജർമ്മനി സോവിയറ്റ് യൂണിയനിലേക്ക് കയറിയ ആ കയറലാണ് ഏറ്റവും വലിയ യുദ്ധം. ബ്ലിറ്റ്സ് ക്രീഗ് പോലെയുള്ള, വെടിയും തീയും പോലെയുള്ള ആക്രമണങ്ങളിലൂടെ അതിവേഗം തന്നെ, അതായത് ഫ്രാൻസിൽ ചെയ്തതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ റഷ്യയും തൂത്ത് തുടച്ചുകൊണ്ടാണ് ജർമ്മനി അങ്ങ് കയറുന്നത്. പോളണ്ടും അല്ലെങ്കിൽ ഫിൻലൻഡും ഈ പറയുന്ന സ്ഥലങ്ങളും ഒക്കെ പിടിച്ച് സോവിയറ്റ് യൂണിയൻ അകത്തേക്ക് അങ്ങ് കയറുന്നു. അതായത് ഈ യുക്രൈനും ഒക്കെ അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണ്. അതായത് ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് 40 ലക്ഷത്തോളം പട്ടാളക്കാർ ഒരു ഭാഗത്ത് നിന്ന് ആക്രമിച്ച് കയറുന്നു. പ്രതിരോധിക്കാൻ സോവിയറ്റുകാരുടെ ഭാഗത്ത് നിന്ന് ഏകദേശം 30 ലക്ഷത്തോളം പട്ടാളക്കാർ, അതായത് കോടിക്കണക്കിന് ആളുകൾ. ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയൊക്കെ ഇതൊക്കെ സാങ്കല്പികമായ കഥയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മഹായുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഇതാണ്. കോടിക്കണക്കിന് വരുന്ന സൈന്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം. ഈ യുദ്ധം എന്ന് പറയുമ്പോൾ ഈ പോകുന്ന വഴിക്കെല്ലാം കൊള്ളയും കൊള്ളിവെപ്പും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും എല്ലാം നടന്നുകൊണ്ടാണ് ഈ പോകുന്നത്. അല്ലാതെ ഒരു നേരെ പോ യുദ്ധമൊന്നും അല്ല. യുദ്ധം അവസാനിക്കുമ്പോൾ ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന അച്ചുതണ്ട് ശക്തികളുടെ ഭാഗത്ത് നിന്ന് ഏകദേശം 10 ലക്ഷം ആളുകൾ കൊല്ലപ്പെടുമ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് 45 ലക്ഷം ആളുകളാണ് കൊല്ലപ്പെടുന്നത്. അതായത് അത്രയും വില കൊടുത്താണ് അവർ വിജയിക്കുന്നത്. പക്ഷെ വെടിയും തീയും പോലെ ഇവർ കയറിപ്പോയെങ്കിലും, അതായത് റഷ്യ എന്ന് പറഞ്ഞാൽ ഒരു പുരാതന വീട് പോലെയാണ്, ഒരു കൊട്ടാരം പോലെയാണ്. ആ വാതിൽക്കൽ ഒന്ന് തട്ടിയാൽ ഇത് ഇടിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത്. ആ വിന്റർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഏതാനും മാസങ്ങൾ കൊണ്ട് സോവിയറ്റ് യൂണിയൻ അങ്ങ് കീഴ്പ്പെടുത്താം, മോസ്കോ പിടിക്കാമെന്ന് വിചാരിച്ചാണ് അവരങ്ങ് കയറുന്നത്. വിന്റർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലെന്ന് ഈ ഹിറ്റ്ലറിനും ജർമ്മനിക്കും ഒക്കെ അറിയാമായിരുന്നു. പക്ഷേ വിജയത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ട്
ഇവരങ്ങ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത്. ഒന്നാമത് ആദ്യം റഷ്യ ഇതുപോലെ സോവിയറ്റ് യൂണിയൻ ഇതുപോലെ പരാജയം സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രധാന കാരണം സ്റ്റാലിൻ തന്നെയാണ്. തനിക്കെതിരെ നിൽക്കുന്നു എന്ന് തോന്നിയ എല്ലാ പട്ടാള ജനറൽമാരെയും ഒക്കെ കൂട്ടക്കൊല ചെയ്യുന്നത് ഈ ജർമ്മനി ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപൊക്കെയാണ്. അതായത് നന്നായിട്ട് പണി അറിയാവുന്ന, യുദ്ധം ചെയ്യാൻ അറിയാവുന്ന പ്രധാന പട്ടാള മേധാവികളെയൊക്കെ സ്റ്റാലിൻ തന്നെ കൊന്നു കളഞ്ഞു. അതിൻ്റെ പുറകെയാണ് തൊട്ട് പുറകെ തീരെ പ്രതീക്ഷിക്കാതെ ഈ ജർമ്മനി കയറുന്നത്. അതായത് ഇവർ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആക്രമിക്കുക, അതായിരുന്നു ജർമ്മനിയുടെ ഉദ്ദേശം. സ്റ്റാലിനും അറിയായിരുന്നു ആക്രമണം ഉണ്ടാകും, പക്ഷെ ഒരു 2 വർഷത്തിന് ശേഷമായിരിക്കുമെന്നാണ് സ്റ്റാലിൻ കണക്ക് കൂട്ടുന്നത്. കാരണം 2 ഭാഗങ്ങളിലുമായിട്ട് യുദ്ധം തുടങ്ങാൻ ജർമ്മനി എന്തായാലും മുതിരില്ല എന്നായിരുന്നു സ്റ്റാലിൻ വിചാരിച്ചിരുന്നത്. മോസ്കോയുടെ ഒരു 20 കിലോമീറ്റർ അകലെ വരെ ജർമ്മനി എത്തി. അതുപോലെ ലെനിൻഗ്രാഡിൻ്റെയും ഏതാനും കിലോമീറ്ററുകൾക്ക് അടുത്ത് വരെ ഈ ജർമ്മനിയുടെ സൈന്യം എത്തി. പിന്നെ അതിശൈത്യം അങ്ങ് തുടങ്ങുകയാണ്. ആ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും കടുത്ത ശൈത്യമായിരുന്നു അന്ന് അനുഭവപ്പെട്ടത്. പട്ടാള ടാങ്കുകളിലെ എണ്ണയൊക്കെ അങ്ങ് കട്ടിയാകാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇവർ കാര്യമായ സന്നാഹങ്ങളൊന്നും ഇല്ലാതെയാണ് വന്നത്. ഇവർക്ക് അത്രയും ശൈത്യത്തിൽ യുദ്ധം ചെയ്ത് പരിചയം ഉണ്ടായിരുന്നില്ല. അവരവിടെ അങ്ങ് സ്റ്റോപ്പായി പോയി. ആ സമയത്ത് ഈ പറയുന്ന റഷ്യ തിരിച്ചടിക്കാൻ തുടങ്ങി. ജർമ്മനിയുടെ പ്രതീക്ഷിക്കാതെയുള്ള ആക്രമണത്തിൽ പേടിച്ചു പോയി അന്നത്തെ ഡാച്ചകൾ എന്നൊക്കെ പറയുന്ന ഈ ലാൻഡ് ലോഡ്സിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വളരെ ദൂരെയുള്ള കൊട്ടാരങ്ങളിൽ സ്റ്റാലിൻ താമസിക്കുകയും കുറേ ദിവസങ്ങൾ ഇദ്ദേഹം പുറത്തിറങ്ങിയില്ലെന്നാണ് പറയുക. പുള്ളി പോലും പേടിച്ചു പോയി. അതുപോലെ സോവിയറ്റ് യൂണിയൻ ഏറ്റവും സഹായകരമായത് പണ്ടേ തന്നെ ഇവർ ട്രാൻസ് സൈബീരിയൻ, അതായത് സൈബീരിയ മുതൽ ഈ പറയുന്ന മോസ്കോ വരെയും ഒക്കെ ഒരു റെയിൽപാത ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അപ്പുറത്ത് നിന്നുള്ള റിസർവ് പട്ടാളത്തെയൊക്കെ എത്തിക്കാൻ അവർക്ക് സാധിച്ചു. ഈ ജർമ്മനി പിടിച്ച സ്ഥലങ്ങളിലെ ഇൻഡസ്ട്രികളും ആയുധങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ പൊളിച്ചു മാറ്റി പുറകോട്ട് സ്ഥാപിച്ചുകൊണ്ടാണ് അവരിരുന്നത്. അതുപോലെ ജനങ്ങൾ മുഴുവൻ ഒന്ന് ചേർന്ന് ഈ ജർമ്മനിക്കെതിരെ ആക്രമണത്തിന് ഇറങ്ങുകയാണ്. അതായത് ജർമ്മനി അവിടെ ചെയ്ത കൊടും ക്രൂരതകൾ ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട്, ക്ലാസിക് സിനിമകളൊക്കെയാണ്. അപ്പം ഇതെല്ലാം കണ്ട് ഈ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട്, സോവിയറ്റ് യൂണിയനിലെ തന്നെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ് ആദ്യം. പക്ഷെ അതിലും വലിയ എന്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ എന്ത് ഭാഗ്യം കെട്ട ജനതയാണ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്നതെന്ന് ചിന്തിക്കുക. അങ്ങനെ എല്ലാവരും കൂടെ ഈ നാസികൾക്കെതിരെ പടപൊരുതുകയും സ്റ്റാലിൻഗ്രാഡിലൊക്കെയാണ് ഏറ്റവും പൊരിഞ്ഞ യുദ്ധം നടക്കുന്നത്. അതായത് ലെനിൻ ഒരു സ്ഥലത്തിന് സ്വന്തം പേരിട്ട പോലെ സ്റ്റാലിൻ്റെ പേരിട്ട് സ്റ്റാലിൻഗ്രാഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന അയാളുടെയൊക്കെ പേരുള്ളത് കൊണ്ട് മാത്രം അവിടെ പിടിച്ചോളണം എന്നുള്ള രീതിയിൽ തന്നെ ലക്ഷക്കണക്കിന് പട്ടാളക്കാരാണ്, റഷ്യക്കാരാണ് ജീവൻ കൊടുക്കേണ്ടി വരുന്നത്. സ്റ്റാലിൻഗ്രാഡിൽ നിന്ന് ഈ ജർമ്മനിയെ തുരത്തുവാൻ വേണ്ടിയിട്ട് ഏകദേശം ആകെ 12 ലക്ഷം ആളുകളാണ് ആകെ മരിച്ചത്. ചിന്തിച്ചു നോക്കുക. യുദ്ധമൊക്കെ കഴിയുമ്പോഴേക്കും സോവിയറ്റ് യൂണിയനിൽ ചെറുപ്പക്കാര് പിള്ളേരെന്നൊക്കെ പറയാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുക, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഇടയിൽ. കാരണം എല്ലാവരും തീർന്നു യുദ്ധത്തിലും രോഗത്തിലും പട്ടിണിയിലും ഒക്കെ. ഇന്ന് റഷ്യയിലുള്ളതിലധികം ആളുകൾ, ഉക്രൈനിലുള്ളതിലൊക്കെ അധികം ആളുകൾ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതാണ്. മിക്കതും ഭൂരിഭാഗവും തീർന്നതാണ് ഈ വേൾഡ് വാർ 2 സമയത്ത്. 2 കോടി ആളുകളാണ് ആകെ USSRൽ മരിക്കുന്നത് യുദ്ധത്തോടനുബന്ധിച്ച്. പിന്നീട് അത്രയും തന്നെ ആളുകൾ മരിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ആരും പ്രതീക്ഷിക്കുന്ന രാജ്യമല്ല, ചൈനയാണ്. ചൈനയും ഉണ്ടായിരുന്നു യുദ്ധത്തിൽ ഒരു പ്രധാന സ്ഥാനത്ത്. അതായത് എത്രമാത്രം വില കൊടുത്തു എന്ന് നോക്കിയാൽ ചൈന ഒരു പ്രധാന കക്ഷി തന്നെയായിരുന്നു. പിന്നീട് യുദ്ധത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമായിരിക്കും. പക്ഷേ ഈ പശ്ചാത്തലമൊക്കെ ചുരുക്കി പറഞ്ഞതിൻ്റെ കാരണം ആദ്യം ജർമ്മനിക്കൊപ്പം അനാക്രമണ സന്ധിയൊക്കെ ഒപ്പിട്ട്, അല്ലെങ്കിൽ ഹിറ്റ്ലറിനോട് കത്തുകൾ വരെ ചോർത്തി കൊടുത്തൊക്കെ നിന്ന ആളാണ് ഈ സ്റ്റാലിൻ, അല്ലെങ്കിൽ USSR തന്നെയും. ജർമ്മനി കയറി ആക്രമിച്ചുകൊണ്ടാണ് അവർക്ക് തിരിച്ച് ആക്രമിക്കേണ്ടി വന്നതും പിന്നീട് ഈ സഖ്യകക്ഷികളുടെ ഒപ്പം നിന്ന് പോരാടി ഈ പറയുന്ന ജർമ്മനിയെയും ഇറ്റലിയും ജപ്പാനെയും ഒക്കെ പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ പ്രധാനമായിട്ടും അമേരിക്ക ജപ്പാനോടാണ് യുദ്ധം ചെയ്തതെങ്കിൽ പോലും മൊത്തത്തിൽ യുദ്ധത്തിൽ ഏറ്റവും വില കൊടുത്തത് USSR തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധാനന്തര ലോകത്തിലെ വേൾഡ് വാർ 2 വിജയിക്കുവാൻ പ്രധാന കാരണം സോവിയറ്റ് യൂണിയൻ ആകും എന്നുള്ള ഒരു പേര് മാറ്റാനും കൂടി വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ജപ്പാനിൽ അമേരിക്ക ആറ്റം ബോംബ് ഇടുന്നത്. അല്ലാതെ തന്നെ അവർക്ക് യുദ്ധം ജയിക്കാമായിരുന്നു. പക്ഷേ ഈ ആദ്യമായിട്ട് ഈ ന്യൂക്ലിയർ ബോംബ്, അതിൻ്റെ ഒരു എഫക്റ്റിൽ വേൾഡ് വാർ 2 ഏറ്റവും പ്രധാന കാര്യങ്ങൾ ചെയ്തത് അമേരിക്കയാണ് എന്നുള്ളൊരു പേര് വരും. അതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആറ്റം ബോംബുകൾ തിടുക്കം കൂട്ടി ഇടുവാനായിട്ട്. യുദ്ധാന്തര ലോകം കണക്ക് കൂട്ടിയിട്ടാണ് അമേരിക്ക അങ്ങനെ ഒരു കാര്യം ചെയ്തത്. പിന്നീടാണ് സോവിയറ്റ് യൂണിയനും ഇതുപോലെ ആണവശക്തിയൊക്കെ ആവുന്നത്. ഇതല്ലാതെ വേറെയും കുറേ ന്യായങ്ങളൊക്കെ ഉണ്ടാക്കുക നമ്മൾ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ അവസാനം അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ ഈ 3 രാജ്യങ്ങളും കൂടിയാണ് പ്രധാനമായിട്ടും വിജയമൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ പോലും USSRൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ ജനങ്ങളെ അവർ തന്നെയും ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. ജർമ്മനിയെ തോൽപ്പിക്കാൻ അവർക്ക് ആയി എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെ ആയിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വേൾഡ് വാർ 2 റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതുപോലെ
വിശദമായിട്ട് വീഡിയോകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.